ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് ജില്ലാ ജഡ്ജ് എം അഷ്റഫ് അഭിപ്രായപ്പെട്ടു. എനി ടൈം ന്യൂസും ദേശീയ മനുഷ്യാവകാശ സമിതിയും ചേർന്ന് സംഘടിപ്പിച്ച വാർഷിക സമ്മേളനവും മാൻ ഓഫ് ദ ഇയർ 2025 പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യം നിലനിൽക്കുന്നത് ജുഡീഷ്യറിയും പ്രസ്സുമാണെന്ന് സാർ പറഞ്ഞു. എനിക്ക് ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. 4 പില്ലർ നമ്മുടെ ഉണ്ട് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. ലെജിസ്ലേറ്റീവും, എക്സിക്യൂട്ടീവും, ജുഡീഷ്യറിയും, അതുപോലെ തന്നെ ദി പ്രസ്സും. ലെജിസ്ലേറ്റീവ് നമുക്ക് സമൂഹത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ, എക്സിക്യൂട്ടീവ് ആ നിയമം എങ്ങനെ സമൂഹത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നു. ജുഡീഷ്യറിയെ സംബന്ധിച്ച് ജുഡീഷ്യറി ആ നിയമം, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നിയമം സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രതിഫലനങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് വേണ്ട ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ചില നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ടോ അല്ലെങ്കിൽ ഇൻവാലിഡായിട്ടോ ഡിക്ലെയർ ചെയ്യുന്നു. പ്രസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ നിയമങ്ങൾ ലെജിസ്ലേറ്റീവ് പാസ്സാക്കി, ലെജിസ്ലേറ്റീവ് പാസ്സാക്കി, എക്സിക്യൂട്ടീവ് നടപ്പിലാക്കി, ജുഡീഷ്യറി അത് വിശകലനം ചെയ്യുമ്പോൾ പ്രസിൻ്റെ ചുമതല എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ പോസിറ്റീവ് ഉണ്ടാകും, നെഗറ്റീവ് ഉണ്ടാകും. ഈ ചലനങ്ങളെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നവീന മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ എനി ടൈം ന്യൂസ് ചാനലിനെ സംബന്ധിച്ച് വളരെയധികം ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ സങ്കീർണമായ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. അതിൻ്റെ എല്ലാവിധ നല്ല പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സമൂഹത്തിൽ വായനാശീലം കുറഞ്ഞുവരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് നവ മാധ്യമങ്ങളെയാണ്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് 4ാം സ്ഥാനമുണ്ട്. ചെറിയ സമയം കൊണ്ട് എനി ടൈം ന്യൂസിന് വളരെ ദൂരം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് വാർത്തകൾ അറിയാൻ ഓൺലൈൻ ചാനലുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നതെന്നും അതുകൊണ്ട് പത്രവായന കുറവായെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് 300ഓളം ന്യൂസ് ചാനലുകളാണുള്ളത്. അതിൽ പ്രധാനമായും ഈ ന്യൂസ് ചാനലുകളെല്ലാം തന്നെ സാറ്റലൈറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ്. കേരളത്തിൽ മലയാള ഭാഷയിൽ പ്രധാനമായി 10 ന്യൂസ് ചാനലുകളാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഓൺലൈൻ ചാനലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊരു കണക്ക് പറയാൻ പറ്റില്ല. എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എത്ര ഓൺലൈൻ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനൊരു കണക്കെടുപ്പ് ഇതേവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രമാത്രം ശതക്കണക്കിന് ഓൺലൈൻ ന്യൂസ് ചാനലുകളാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ നേരത്തെ സൂചിപ്പിച്ച പ്രധാന TV ചാനലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി, അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ എനി ടൈം ന്യൂസിൻ്റെ പ്രാധാന്യം അവിടെയാണ് നിലനിൽക്കുന്നത്. എനി ടൈം ന്യൂസിൻ്റെ വാർത്തകൾ അനുനിമിഷം എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എനി ടൈം ന്യൂസ് പറയുന്നത്, അടുത്ത നിമിഷത്തിൽ ഏത് വാർത്തയാണ് വരുന്നത് എന്ന് നോക്കി ഇങ്ങനെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മളുടെ വടക്കാഞ്ചേരിയിൽ. മാത്രമല്ല, ഈ യൂട്യൂബ് ചാനലായതുകൊണ്ട് ഇൻ്റർനാഷണൽ ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. വടക്കാഞ്ചേരിയിലെ
കാര്യങ്ങൾ ഇൻ്റർനാഷണലായിട്ട് അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിലെ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ എനി ടൈം ന്യൂസ് നടത്തുന്ന പ്രവർത്തനം ഏറെ പ്രശംസനീയമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സേവ്യർ ചിറ്റലപ്പിള്ളി MLA പറഞ്ഞു. വടക്കാഞ്ചേരിയിലെ ഒരു ന്യൂസ് ചാനൽ അത് 3 വർഷം തികയാണ്. നിരവധി വാർത്തകളും ഇടപെടലുകളുമെല്ലാം ഈ ഓൺലൈൻ മീഡിയ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ ജഡ്ജിയുടെ സംസാരം ഞാൻ കേട്ടില്ല. ജഡ്ജി പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയും അപ്പുറത്ത് മറ്റൊരു ഭരണഘടന തൂണാണ് അല്ലേ, 4ാം തൂണാണ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. വേറൊന്നല്ല, ഒന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഇവിടുന്ന് ഫോൺ വരുമ്പോൾ സംസാരം കൂടുതൽ ചെറുതായിട്ടൊന്ന് കേട്ടു. അപ്പോൾ ഞാൻ എൻ്റെ വിശകലനത്തിനൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. പരസ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, മാധ്യമങ്ങളുടെ നിലനിൽപ്പ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭയരഹിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പിടിവീഴുമോ എന്ന ഭയം പലപ്പോഴും നിലനിൽക്കുന്ന സംവിധാനങ്ങളെ വിമർശിക്കാൻ ഭയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ വിമർശിച്ചവരും നിലപാട് സ്വീകരിച്ചവരുമായ പലർക്കും അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവർ തുറങ്കിലടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന അപകടകരമായ ഒരു കാലത്ത് അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിർഭയമായ അത്തരം ഇടപെടലുകൾക്ക് ആ നിലയിൽ നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിരിക്കണം. അപ്പം നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് നിഷ്പക്ഷമായി നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഈ 4ാം തൂണിന് സംഭവിച്ചിരിക്കുന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് വടക്കാഞ്ചേരിയിലെ ഡെലീസ ഹോട്ടലിൽ വെച്ചാണ് എനി ടൈം ന്യൂസ് എന്ന വാർത്താ ചാനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രദേശത്തെ ഒരു പ്രാദേശിക ചാനൽ എന്ന രീതിയിൽ എനി ടൈം ന്യൂസിൻ്റെ പ്രവർത്തനം എല്ലാ മേഖലയിലും വളരെ സജീവമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പോടു കൂടിയിട്ടുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഇവിടെ വടക്കാഞ്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തലത്തിലും ആ ഓൺലൈൻ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്താ ചാനൽ എന്ന രീതിയിൽ ഒരു ജനകീയ വാർത്താ ചാനൽ എന്ന രീതിയിലൊക്കെ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണ ചാനലായി എനി ടൈം ന്യൂസ് ചാനലിന് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രശസ്ത നർത്തകിയും കലാനിലയം ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഗായത്രി പത്മനാഭൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ദേശീയ മനുഷ്യാവകാശ ട്രഷറർ ഉഷ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എനി ടൈം ന്യൂസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് എനി ടൈം ന്യൂസ് ചെയർമാൻ ഡോക്ടർ ഋഷി പൽപു അറിയിച്ചു. യൂട്യൂബ് പോലെയുള്ള ചാനലുകളുടെ വരവോടുകൂടി ധാരാളം മാധ്യമ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ആദ്യമായി തുടങ്ങിവെച്ച ഒരു യൂട്യൂബ് ചാനലാണ് എനി ടൈം ന്യൂസ്. വടക്കാഞ്ചേരിയിൽ ഉണ്ടാകുന്ന പ്രാദേശികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഈ ലോകത്തിലിരിക്കുന്ന വടക്കാഞ്ചേരിക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്കും എത്തിക്കുവാൻ എനി ടൈം ന്യൂസിന് സാധിക്കുന്നുണ്ട്.
പല കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള അധികാരികളിലേക്ക് പല ആവശ്യങ്ങളും എത്തിക്കാൻ ഈ അവസരത്തിൽ എനി ടൈം ന്യൂസിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചാനൽ ഇപ്പോൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ ഇതിലും നല്ല രീതിയിൽ പുതിയ ടെക്നോളജികളോടുകൂടി അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.